തുലാമാഘ മഹോത്സവത്തിന്റെ 10ാം ദിവസമായി ഇന്ന് നിളാതീരത്ത് അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് നിള സ്നാനം നടത്താനും നിള ആരതി കാണാനും തിരുനാവായിൽ എത്തിയത്. കേരളത്തിൽ ആദ്യമായി അപൂർവമായ കളരി അക്ഷരക്കാൽ പൂജയും ഇന്ന് തിരുനാവായിൽ നടന്നു. പതിവ് പോലെ നിളാസ്നാനത്തോടെയാണ് ഇന്നും ചടങ്ങുകൾ ആരംഭിച്ചത്. രാവിലെ വേദമന്ത്ര ജപത്തോടെ സ്നാനത്തിനായി നിരവധി വിശ്വാസികൾ നിളാതീരത്തെത്തി. ഇവിടെ വന്ന് സ്നാനം ചെയ്യാനുള്ളൊരു ഭാഗ്യം ദൈവം ഇന്ന് ഇതിൻ്റെ മുമ്പിൽ ഇരുത്താനുള്ള ഭാഗ്യം ഭയങ്കരമായിരുന്നു. ദൈവത്തോടെ എപ്പോഴും നന്ദി പറയുന്നു. എത്രയോ തലമുറകൾ കടന്നുപോയൊരു സ്ഥലത്ത് കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ മാനസികമായിട്ട് വല്ലാത്തൊരു സുഖം. കളരിയോടനുബന്ധമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് കളരിയുടെ അനുഷ്ഠാനങ്ങളും കളരിപ്പയറ്റ് എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നത് അഭ്യാസമുറ മാത്രമാണ്. പക്ഷേ ഇന്നിവിടെ കളരിയിൽ അന്തർലീനമായി കിടക്കുന്ന വലിയ പൂജകളുടെ നമ്മളുടെ പൂർവികർ ആചരിച്ചു പോന്നിരുന്ന പിൻകാലത്ത് ആചരിച്ച യുദ്ധമുറകളും അതുപോലെ തന്നെ ബാലിസുഗ്രീവ താവയുള്ള യുദ്ധമുറകൾ പൂജാകർമ്മങ്ങളായിരുന്നു ഇന്നിവിടെ നടത്തുന്നത്. തുടർന്ന് ദശമി തിഥിയും കാർത്തിക നക്ഷത്രവും ചേർന്ന ഇന്ന് കേരളത്തിൽ പൊതുജനങ്ങൾക്കായി ആദ്യമായി അപൂർവമായ കളരി അക്ഷരക്കാൽ പൂജ നടന്നു. ഇതോടൊപ്പം പ്രത്യേക സൂര്യാരാധനയോട് കൂടിയ നവഗ്രഹ പൂജയും തുടർന്ന് ഹനുമാൻ പൂജയും ഉണ്ടായിരുന്നു. വൈകിട്ടോടുകൂടി നടന്ന നിള ആരതിയിലും ലക്ഷക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി എന്നിവരും ആരതി ചടങ്ങിലേക്ക് എത്തിയിരുന്നു. ഈ നിളാതീരം വലിയ സാംസ്കാരിക ഔന്നത്യത്തിന്റെയും ആധ്യാത്മിക നവോത്ഥാനത്തിന്റെയും വിളനിലമായിരുന്നു. ഇവിടെ മഹാമാമാങ്കങ്ങൾ നടന്നിരുന്നു. അറിവിന്റെ ഔന്നത്യം ഏറ്റവും വലിയൊരു ഒരു എന്താ പറയുക, പരകോടിയിൽ നിന്നൊരു മണ്ണാണിത്. പിന്നീട് അധിനിവേശം പല രീതിയിൽ കേരളത്തെ കീഴടക്കി. നവോത്ഥാന നായകന്മാർ വിതച്ച വിത്തിട്ട മണ്ണിൽ നാസ്തികവാദികളും സെമിറ്റിക് മതങ്ങളുടെ മതമൗലികവാദികളുമെല്ലാം കേരളത്തെ മറ്റൊരു മണ്ണാക്കി മാറ്റി. ഇപ്പോൾ കേരളം പതിയെ പതിയെ അതിൻ്റെ തനത് സംസ്കാരം വീണ്ടെടുക്കുകയാണ്. ഒരു തനത് കേരളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയൊരു തുടക്കമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതാണ് ലക്ഷങ്ങളെ ഇവിടെ ആകർഷിക്കുന്നത്. ഈ മണ്ണ് അത്ര പരിശുദ്ധമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ഒരു മണ്ണാണ്. ഒരു അത്ഭുതമാണ്. കാരണം ഇത്ര പെട്ടെന്ന് ഇത് ഒരു ജനപ്രീതി നേടിയത് അതൊരു ദിവ്യമായ ഇച്ഛയാണ്, സംശയമില്ല. എന്താണ് പറയുക, ഒരു അതീന്ദ്രിയ ശക്തിയുടെ ഇച്ഛ എന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങളായിട്ട് നടക്കുന്ന ചെറിയ തോതിൽ നടന്നുകൊണ്ടിരുന്നതാണെങ്കിൽ പോലും ഈ ഒരൊറ്റ വർഷം കൊണ്ട് ഇത്രമാത്രം വലുതായത് അതിന് മനുഷ്യപ്രയത്നത്തിനോടൊപ്പം അതിലുപരി ഈശ്വരന്റെ ഒരു അപാരമായ കൃപ അതിന്റെ കൂടെ ഉണ്ട്. അനുദിനം തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കുംഭമേള നഗരിയിൽ പോലീസ് സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനം തിരുനാവായ